Finally, Apple have come up with an overhead headphone. 2018 മുതൽ ടെക് വേൾഡ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ആപ്പിൾ റൂമേഴ്സ് ഉണ്ടായിരുന്നു ടെക് വേൾഡിലെല്ലാം ആപ്പിൾ ഒരു ഓവർഹെഡ് ഹെഡ്ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ആപ്പിൾ നോർമലി എയർപോഡ് പ്രോ എന്നുള്ളൊരു മോഡലായിട്ട് വന്നിരുന്നത്. ഇപ്പം iOS 14 റിലീസ് ചെയ്ത സമയത്ത് എയർപോഡ് പ്രോസ് ഉണ്ടായിരുന്ന ഒരുപാട് അപ്ഡേറ്റ്സിനെ കുറിച്ച്, സ്പേഷ്യൽ ഓഡിയോ പോലത്തെ ഒരുപാട് ലേറ്റസ്റ്റ് ടെക്നോളജിയെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഫൈനലി 2 ദിവസം മുമ്പാണ് ആപ്പിൾ ഒഫീഷ്യലി അവരുടെ എയർപോഡ് മാക്സ്, അതായത് ഓവർഹെഡ് ഹെഡ്ഫോൺ ലോഞ്ച് ചെയ്തതായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. വളരെ എലഗൻ്റായ, വളരെ സ്റ്റൈലിഷായ ഒരു പ്രീമിയം ലക്ഷറി ഹെഡ്ഫോണാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അത് ഇപ്പോൾ ആർക്കും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അറിയാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ഇമാജിനേഷൻസ്. എയർപോഡ് മാക്സിൻ്റെ കൊമേഴ്ഷ്യൽ വരുന്ന ഇൻട്രോ വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. നമ്മളെ ഹെഡ്സെറ്റിൻ്റെ ടോപ്പ് സൈഡാണ് ഇപ്പോൾ വ്യൂവിൽ വരുന്നത്. നമ്മൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ കപ്സ് എല്ലാം അലൂമിനിയം, ആനോഡൈസ്ഡ് അലൂമിനിയമാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആ ഇയർ കപ്സിൻ്റെ മൂവ്മെൻറ്റ് വളരെ സ്മൂത്തായിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ വണ്ടിയുടെ ഷോക്ക് അബ്സറൊക്കെ പോലെ ഒരു ടെലിസ്കോപ്പിക് കൈൻഡ് ഓഫ് സൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ടെക്നോളജി കൊണ്ടിരിക്കുന്നത്. പിന്നെ ഓവർ ഹെഡിൻ്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട്, ബ്രീത്തബിൾ ആയിട്ടുള്ള, ഒരുപാട് ടൈം യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. പിന്നെ അതിൻ്റെ കുഷ്യൻസ് മെമ്മറി ഫോം ചെയ്തുകൊണ്ട് മാഗ്നറ്റിക് ലോക്ക് ചെയ്യുന്ന ടൈപ്പ് കുഷ്യൻസാണ് യൂസ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകുമ്പം അതിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ് അതിൻ്റെ സ്പീക്കർ പ്ലേസ്മെൻറ്റ്, എങ്ങനെയാണ് അതിൻ്റെ സർക്യൂട്ട് പ്ലേസ്മെൻറ്റ് എല്ലാം കാണിക്കുന്ന ഒരു സീനാണ്. എങ്ങനെയൊക്കെയാണ് സ്പീക്കർ പ്ലേസ്മെൻറ്റ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബോർഡ്. ആപ്പിളിൻ്റെ തന്നെ W1 ചിപ്പാണ് ഈ ഹെഡ്ഫോണിനുള്ളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, നമ്മളെ എയർപോഡ് പ്രോയിലുള്ള പോലെ 1 ടാപ്പ് ചെയ്താൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും അതുപോലെ തന്നെ ടിയർ പാസിങ്ങും ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്കൊരു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടാവും. നമുക്ക് സൗണ്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ തന്നെ ടെക്നോളജി. അതുപോലെ തന്നെ നമ്മളെ സ്പേഷ്യൽ ഓഡിയോ, മൂവി തിയേറ്റേഴ്സിലുള്ള സറൗണ്ട് സിസ്റ്റം, അതായത് നമ്മളെ ഹെഡ് മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് ആ സൗണ്ട് പൊസിഷൻ മാറി ടാപ്പ് ചെയ്യുന്നതാണ്. നമ്മളതിൻ്റെ വോളിയം കൺട്രോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്പിൾ വാച്ചിനുള്ള ഡിജിറ്റൽ ക്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ. ഇനി നമുക്കതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത കുറച്ച് ഇതാണ് സ്റ്റണ്ണിങ് ഡിസൈൻ വിത്ത് എക്സെപ്ഷണൽ ഫിറ്റ്. അപ്പോൾ നമ്മളുടെ ഏത് ടൈപ്പ് തലയുള്ള ആളുകൾക്കും ഫിറ്റ്. പിന്നെ അതിൻ്റെ മെമ്മറി ഫോം കുഷ്യനാണ്, അതിനെക്കുറിച്ച് ഇൻ ഡെപ്ത് പറയുന്നുണ്ട്. ആപ്പിൾ ഹെഡ്ഫോൺ വളരെ ക്ലാസി ആയിട്ടുള്ള, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു മേക്കിംഗ് ആണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാതും ഒരു 2 കളർ കോമ്പിനേഷൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് ഡിജിറ്റൽ ക്രൗണ്, ഇപ്പം വോളിയം കൺട്രോളാണ്. ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ് ആപ്പിൾ വാച്ച്. ഇപ്പോൾ ആപ്പിൾ വാച്ച് 6 ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ECG എടുക്കാനൊക്കെ 5 ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നുണ്ട്. മോണോട്ടോണാണ്. അതിൽ നോക്കിയാൽ എല്ലാം അലൂമിനിയം, ആനോഡൈസ് ചെയ്ത അലൂമിനിയം കളേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഒരു 2 ടോൺ വരുന്നുണ്ട്. ഒരു ലൈറ്റർ ഷെയ്ഡ് ആൻഡ് ഡാർക്കർ ഷെയ്ഡ് ആയിട്ടുണ്ട്. വളരെ ക്ലാസി ആയിട്ടുള്ള ബ്ലാക്ക്, വളരെ ക്ലാസിയാണ്. ഇമേഴ്സീവ് ലിസണിങ്, നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഓരോ വോയിസും വളരെ ക്ലാരിറ്റി, എല്ലാ ഫ്രീക്വൻസിയും വളരെ നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ്. പിന്നെ സ്പേഷ്യൽ ഓഡിയോ നമുക്ക് ഒരു മൂവി തിയേറ്ററിലേക്ക് എക്സ്പീരിയൻസ് തരും. 1 ടാപ്പ് സെറ്റപ്പ് നമ്മൾ നോർമലി എയർപോഡ്സ് സെറ്റപ്പ് ചെയ്യുന്ന പോലെ വളരെ ഈസിയാണ്. ഡയറക്റ്റ്ലി നമ്മൾ iCloud അക്കൗണ്ടുമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ആപ്പിൾ ഡിവൈസിലേക്കും മാറാം. പിന്നെ നമ്മളതിൻ്റെ കേസ് എലഗൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് കേസിൽ വെച്ച് കഴിഞ്ഞാൽ പവർ സേവിങ് മോഡിൽ അപ് ടു 20% വരെ പവർ യൂസ് ചെയ്യണം, ബാക്കി അത് ചെയ്യും. പിന്നെ 20 hours ഓഫ് പ്ലേ ബാക്ക് ടൈം ഉണ്ട്. ഇനി നമുക്ക് ആപ്പിളിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആർഗ്യുമെൻറ്റഡ് റിയാലിറ്റി, AR എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റഡ് റിയാലിറ്റി ഇനി ഫ്യൂച്ചറിലെ എല്ലാ ടെക്നോളജി നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വെർച്വലി കാണാൻ പറ്റുന്ന ഒരു പുതിയ ടെക്നോളജിയാണ്. അപ്പോൾ ആപ്പിളിൻ്റെ സൈറ്റിലെ AR അങ്ങനെ നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം. എയർപോഡ് മാക്സ് എന്ന് ക്ലിക്ക് ചെയ്യാം സൈറ്റിൽ പോയിട്ട്. ഇനി നമുക്കത് വെക്കേണ്ട ഒരു സർഫേസ് കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൻ്റെ അതാണ് സർഫേസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഐഫോൺ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എയർപോഡ് കിട്ടി. നമുക്ക് എയർപോഡ് റിയലി കാണുന്ന പോലെ തന്നെ നമ്മുടെ ഐഫോണിൻ്റെ സ്ക്രീനിൽ നമ്മളുടെ സർഫസ് കാണാൻ പറ്റുന്നതാണ്. നമുക്കത് എല്ലാ ആംഗിളിലും പോയി നോക്കാം. കറക്റ്റായിട്ട് എൻ്റെ പ്രീമിയം ഫിറ്റും ക്വാളിറ്റി എല്ലാം നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് AR ക്രിയേറ്റ് ചെയ്യുന്നത്. ഹൈലി ഇമേഴ്സീവ് ആണ്, വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്കതിൻ്റെ കുഷ്യൻ്റെ ഒക്കെ ഇൻഡെപ്തായിട്ട് ഇറങ്ങിച്ചെന്ന് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ ഫോം ഫാക്ടർ എല്ലാം വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ വളരെ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാവുന്നതാണ്. പിന്നെ നമുക്കത് സൂമിനും സൂം ഔട്ടും ചെയ്ത് പിഞ്ച് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് എല്ലാ ആംഗിളിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ അതിൻ്റെ ആർഗ്യുമെൻ്റ് റിയാലിറ്റി തയ്യാറാക്കിയിരിക്കുന്നത്.
അതിൻ്റെ ഷാഡോസ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ആപ്പിൾ ഹാവ് ഡൺ വെരി ഗുഡ് ജോബ് ഇൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡിജിറ്റൽ ക്രൗൺ, അതിൻ്റെ മറ്റുള്ള മൈക്രോഫോൺ, അതേപോലെ ടിയർ പാസിങ്ങിന് യൂസ് ചെയ്യുന്ന സ്പീക്കേഴ്സ് എല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡെഫിനറ്റ്ലി യു ഷുഡ് ട്രൈ ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. ആപ്പിളുടെ ഫൈനലി നമ്മളെ എയർപോഡ് പ്രോ മാക്സ് വളരെ എലഗൻ്റ് ആണ്, വളരെ പ്രീമിയം ആണ്, ലക്ഷറിയസ് ആണ്. കോസ്റ്റ് കുറച്ചല്ല, വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യൻ റുപ്പീസ് നോക്കുകയാണെങ്കിൽ 50,000 rupees ഇസ് എ ഹ്യൂജ് എമൗണ്ട്. അതുപോലെ UAE ദിർഹംസിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2,400 ദിർഹംസ് ആണ്. വലിയൊരു എമൗണ്ട് ആണ്. ഒരു സാധാരണക്കാരൻ്റെ ഫാമിലിയുടെ മന്ത്ലി ബഡ്ജറ്റിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. ബട്ട് ആപ്പിൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതെപ്പോഴും ഒരു ട്രെൻഡ് സെക്ടർ ആയിരിക്കും. സെലിബ്രിറ്റീസും മറ്റെല്ലാവരും ഇനിയിപ്പോൾ ഇതൊരു സ്റ്റൈലാക്കണൊക്കെ മാറ്റും. അതിന് ഡിസൈൻ ഫാക്ടർ കാണുമ്പോൾ ദർ ഇസ് മച്ച് മോർ ടു കം ഇൻ. സ്പെഷ്യൽ ഓഡിയോ മറ്റൊന്നും അല്ലാതെ അതിൻ്റെ ഒരുപാട് ഫങ്ഷൻസ് ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അതിൻ്റെ ഡിജിറ്റൽ ക്രൗൺ നമ്മൾ ആപ്പിൾ വാച്ചിൽ യൂസ് ചെയ്യുന്ന സിമിലർ ഡിജിറ്റൽ ക്രൗൺ ഉണ്ട്, ടച്ച് സെൻസേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ പുതിയ പുതിയ ഫീച്ചേഴ്സ് അതിൽ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തതിനെ കുറിച്ച് പരിഗണിക്കാം. മറ്റൊരു വീഡിയോ തിരിച്ചു വരാൻ. Until then, take care and bye.